കേരളത്തിലുള്ള കാസക്കുട്ടികളും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് കരഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. ഒന്നാമത്തേത് ഹമാസ് പുറത്തുവിട്ട ഇസ്രയേലി ഹോസ്റ്റേജിന്റെ ബന്ദിയുടെ ഒരു വീഡിയോ ആയിരുന്നു. ഇത് കണ്ട് ട്രംപ് കരഞ്ഞുപോയി. ഫലസ്തീനികളിലെ ഒരുപാട് ദുഃഖിപ്പിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. മെലിഞ്ഞൊട്ടിയ ശരീരവുമായി ഭക്ഷണമില്ലാതെ പെടഞ്ഞു മരിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ കണ്ട് ട്രംപ് കരഞ്ഞില്ല. എന്നാൽ ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ട ബന്ദിയുടെ ശരീരം കണ്ട് ട്രംപ് കരഞ്ഞുപോയി. കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് അതിക്രമം നടക്കാറുണ്ട്. അവിടെയൊക്കെ ക്രൈസ്തവരിലുള്ള ഒരു ചെറിയൊരു വിഭാഗം തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ അവരതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. മുസ്ലിം വിരുദ്ധ വികാരം സമൂഹത്തിൽ ആളിപ്പടരാനുള്ള എല്ലാ വഴികളും സോഷ്യൽ മീഡിയയിൽ തുറന്നു വെക്കും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളായി കേന്ദ്ര സർക്കാരിനെതിരെയും RSSനെതിരെയും പൊട്ടിത്തെറിക്കുകയാണ്. ചാനലിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ കാര്യം തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായ സമയത്ത് അവരതിനെ ന്യായീകരിക്കാൻ വന്നു. അവരതിൽ ആഹ്ലാദിച്ചു, അതിൽ സന്തോഷിച്ചു, അതിനെ ന്യായീകരിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നു. എന്നാൽ ഇപ്പോൾ അതേ വിഭാഗം തന്നെ അവർക്ക് സമാനമായ കാര്യമുണ്ടാകുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ഇത് തന്നെയാണ് ഫലസ്തീനിൽ ഉണ്ടായിരിക്കുന്നത്. ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ട ഒരു ഇസ്രായേലി ബന്ദിയുടെ വീഡിയോയുടെ ഒരു ഭാഗമാണ്. അതിൽ നിന്നുള്ള ഒരു പിക്ചറാണിത്. ഈ ബന്ദിയുടെ ശരീരമാകെ മെലിഞ്ഞൊട്ടിയിരിക്കുകയാണ്. ഭക്ഷണം ശരിയായ രീതിയിൽ ലഭിക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ ബന്ദിയിൽ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഇസ്രായേലിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഭരണകൂടത്തിനെതിരെ. മാത്രമല്ല ഇതൊരു ഉടമ്പടിയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നതിനുള്ള ശക്തമായ വികാരം ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് അത്രേ. പക്ഷേ ഫലസ്തീനിൽ ഇതിലേറെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ വീഡിയോയും ഫോട്ടോയും വന്ന് ഒരിക്കലും ട്രംപ് കരഞ്ഞിട്ടില്ല. ഈ വീഡിയോ ട്രംപ് പൂർണ്ണമായി കണ്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഫലസ്തീനിൽ നിന്ന് വരുന്നത് സമാനമായ പ്രശ്നമാണ്. എന്നാൽ അവർക്ക് ഭക്ഷണം എത്തിക്കാനോ അവർക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കൾ എത്തിക്കാനോ ഉള്ള സൗകര്യങ്ങൾ ചെയ്യാൻ ട്രംപ് ഒരിക്കലും തന്നെ തയ്യാറായിട്ടില്ല. ഇറാനും ഇസ്രയേലുമുള്ള യുദ്ധത്തിൽ 12 ദിവസമാകുമ്പോൾ ഉടനടി അത് നിർത്താൻ ട്രംപിന് സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ഫലസ്തീനിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ, അവർക്ക് വേണ്ട വെള്ളം എത്തിക്കാൻ ട്രംപിന് സാധിക്കുന്നില്ല? ട്രംപും നെതന്യാഹുവും ഒരേ നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഫലസ്തീനിൽ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം എന്ന് ലോകം മനസ്സിലാക്കിയ ഒരു പൊതു സത്യമാണ്. എന്നാൽ ഇവരൊക്കെ വർഗീയ വിഷമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. അവരുടെ അളവുകോലുകൾ രണ്ട് തലങ്ങളിലും രണ്ട് രീതിയിലാണ്. ഫലസ്തീനികൾ പട്ടിണി കിടക്കുമ്പോൾ അതവർക്ക് പ്രശ്നമല്ല. അതേസമയത്ത് ഇസ്രായേലിലെ ഒരു ബന്ദി പട്ടിണി കടന്ന് ശരീരം മെലിഞ്ഞപ്പോൾ അവരെ വേദനപ്പെടുത്തുന്നു. ഇവിടെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിൽ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയൊക്കെ ന്യായീകരിക്കാൻ വരുന്ന ആളുകൾ അതേ കാര്യം അവർക്കെതിരെ വരുമ്പോൾ ഇപ്പോൾ വിലാപങ്ങളായി വരുന്നു, പ്രതിഷേധങ്ങളായി വരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പ്രാധാന്യം നൽകുന്നു, അതിനെ ബഹുമാനിക്കുന്നവരുമാണ്. അതുകൊണ്ട് അതിന് വിരുദ്ധമായി നീതിയല്ലാത്ത രീതിയിൽ ആർക്കെതിരെ പെരുമാറിയാലും അതിനെതിരെയെല്ലാം പ്രതിഷേധിക്കുന്നവരാണ്. ഈ ഘട്ടങ്ങളിൽ ഞങ്ങൾ കന്യക സ്ത്രീകൾക്കെതിരെയോ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഏതെങ്കിലും വിഭാഗങ്ങൾക്കെതിരെയോ അല്ല, നേരെ മറിച്ച് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നീങ്ങുന്ന ഏത് നീക്കങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെതിരെയുള്ള ഏത് നീക്കങ്ങളെയും ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കുകയും ആ പ്രതിഷേധത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാര്യം തുടർന്നെങ്കിലും മനസ്സിലാക്കാൻ ഈ വിഭാഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.